ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 21 മുതൽ 22 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 19ാം ഗൃഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടുവെന്ന് ഉറപ്പുവരുത്തുക. ഗൃഹസന്ദർശന വേളയിൽ 21 മുതൽ 22 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടുപഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിലേർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 24 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കളിപ്പാട്ടങ്ങൾ വലിച്ചുകൊണ്ടുപോലും ഇടരാതെ നടക്കാൻ സാധിക്കുന്നു. വീട്ടിലെ ജോലികൾ അനുകരിക്കാൻ തുടങ്ങുന്നു. ശരീരഭാഗങ്ങളിൽ ഒന്നോ അതിലധികമോ പേരെടുത്ത് പറയാൻ സാധിക്കുന്നു. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് 21ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ നമുക്ക് നടിക്കാം. മൃഗങ്ങളും പക്ഷികളും, കപ്പ് ഗോപുരം, മുകളിലും അടിയിലും, താളം അനുകരിക്കുക. 22ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ ഷൂ തരംതിരിക്കലും ചേരുംപടി ചേർക്കലും, ഒരു പന്തുകൊണ്ടുള്ള കളി, പാവയുമൊത്ത് ഒളിച്ചുകളി, വർണ്ണാഭമായ കൈകൾ. കപ്പ് ഗോപുരമെന്ന ലളിതമായ കളിയിലൂടെ ഈ അമ്മ തന്റെ കുഞ്ഞിന്റെ കൈകൾ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കപ്പടുക്കി വെക്കാം. എങ്ങനെയാ അടുക്കി വെക്കുന്നേ നോക്കിയാലോ? ആദ്യം ഒരു കപ്പെടുത്ത് ഇങ്ങനെ വെക്കുന്നു, എന്നിട്ടിങ്ങനെ ഒന്നിവിടെ വെക്കുന്നു, അടുത്തത് ഇവിടെ വെക്കുന്നു. അങ്ങനെ കപ്പടുക്കി വെക്കാം. അതെ, ഇത്തരം ലളിതമായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് കരുത്തുറ്റ പിന്തുണ നൽകാൻ കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് സാധിക്കും.